Hi students, നമുക്ക് തിയറി ഓഫ് ആട്രിബ്യൂട്ട്സിനകത്തുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻസ് ആണ്. ഒരു റിവിഷൻ പോലെ വി ക്യാൻ ഗോ ത്രൂ ദോസ് പോർഷൻസ് വൺസ് മോർ. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞ് ഐ വിൽ ബി ജസ്റ്റ് ഡിസ്കസിങ് ദി ആൻസേഴ്സ്. കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസും ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ തിയറി ഓഫ് ആട്രിബ്യൂട്ട്സ് നമുക്ക് ഓൾറെഡി അറിയാം. കോറിലേഷനിൽ നമ്മൾ രണ്ട് വേരിയബിൾസ് തമ്മിൽ എക്സും വൈയും രണ്ട് വേരിയബിൾസ് ആണെങ്കിൽ ആ വേരിയബിൾസിന്റെ വാല്യൂസ് ഉപയോഗിച്ച് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കുന്ന ഒരു ഫീൽഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കോറിലേഷൻ. ലീനിയർ റിലേഷൻഷിപ്പിന്റെ ഡിഗ്രിയാണ് കോറിലേഷൻ തരുന്നത്. അതിന് സിമിലർ ആയിട്ട് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത പോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് തമ്മിലുള്ള റിലേഷൻ പഠിക്കുന്നതാണ് തിയറി ഓഫ് ആട്രിബ്യൂട്ട്സിൽ. അതായത് സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അതല്ലെങ്കിൽ സ്മോക്കിങ്ങും എന്താ പറയാ ലങ് ക്യാൻസറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ഇതേപോലുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടാണ് നമ്മൾ തിയറി ഓഫ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. വിൽ ജസ്റ്റ് നൗ ഇൻ ദിസ് സെഷൻ വിൽ ജസ്റ്റ് ഗോ ത്രൂ സം ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1. What is the association? What is meant by association of attributes? How does it differ from correlation? കോറിലേഷനും അസോസിയേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓൾറെഡി ഞാൻ പറഞ്ഞത് തന്നെയാണ് ഡിഫറൻസ്. അസോസിയേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സിൽ നമ്മൾ രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള റിലേഷനെ പറ്റിയാണ് പറയുന്നത്. കോറിലേഷനകത്ത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ആൻസറിലോട്ട് പോവാം. അസോസിയേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ആട്രിബ്യൂട്ട്സ്. ഇതാണ് അതിന്റെ ഡെഫിനേഷൻ. ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? സെക്സ് ആൻഡ് ലിറ്ററസി. ഇവിടെ സെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ജെൻഡർ ആൻഡ് ലിറ്ററസി, ലിറ്ററസി ആൻഡ് എംപ്ലോയ്മെന്റ്. ഇത് ജെൻഡർ അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ട് ആണ്, ലിറ്ററസി എന്ന് പറയുന്നത് മറ്റൊരു ആട്രിബ്യൂട്ട് ആണ്, അതൊരു സ്വഭാവമാണ്. അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻ പഠിക്കാൻ അസോസിയേഷൻ ഓഫ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ലിറ്ററസി ആൻഡ് എംപ്ലോയ്മെന്റ്. ജോലി കിട്ടുന്നോ ഇല്ലയോ എന്നുള്ള ഫാക്ടറും ഒരാളുടെ ലിറ്ററസിയും തമ്മിലുള്ള റിലേഷൻ പഠിക്കാൻ ഉപയോഗിക്കാം. ഇന്റലിജൻസ് ആൻഡ് എംപ്ലോയ്മെന്റ് തമ്മിലുള്ള റിലേഷൻ പഠിക്കാൻ ഉപയോഗിക്കാം. ബ്യൂട്ടി ആൻഡ് ഇന്റലിജൻസ്, ഇതെല്ലാം ആട്രിബ്യൂട്ട്സ് ആണ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത് തമ്മിലുള്ള റിലേഷൻ പഠിക്കുന്ന ആ ഒരു മെഷറിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിനെയാണ് അസോസിയേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. വേറസ് രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കി. Correlation coefficient measures the degree of relationship between two variables. Okay, between two variables. Variables എന്ന് വെച്ചാൽ നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്നത്. എക്സാമ്പിൾസ് എന്താണ്? ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് പേഴ്സൺ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഏജ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരു ഐറ്റത്തിന്റെ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇങ്ങനത്തെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വേരിയബിൾസിന്റെ റിലേഷൻ പഠിക്കാനായിട്ട് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് യൂസ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മെന്റ് ബൈ അസോസിയേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ്? ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം കോറിലേഷൻ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അഗൈൻ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് തന്നെയാണ്. ഹൗ ഡു യു ഇന്റർപ്രറ്റ് യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ? അല്ലെങ്കിൽ ഇതിന് വേറൊരു രീതിയിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യാം. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ക്യൂ? അല്ലെങ്കിൽ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷന് ക്യൂ എന്നാണ് പറയുന്നത് കേട്ടോ. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ക്യൂ? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് റോയ്ക്ക് ഉള്ള പോലെ തന്നെയാണ് ഇവിടെയും. രണ്ടും റോ ആയാലും ക്യൂ ആയാലും പ്രോപ്പർട്ടീസ് സിമിലർ ആണ്. The value of Q lies between -1 and +1. Q equal to +1 എന്ന് പറഞ്ഞാൽ there is a perfect positive correlation. Q equal to -1 എന്ന് പറഞ്ഞാൽ there is a perfect negative correlation. Q equal to 0 എന്ന് പറഞ്ഞാൽ the two attributes are independent. ഇനി നമുക്ക് ഇതിന്റെ കൂടെ വേണമെങ്കിൽ പറയാം, Q greater than 0 എന്ന് പറഞ്ഞാൽ it implies positive എന്താണ് റിലേഷൻ, പോസിറ്റീവ് അസോസിയേഷൻ. Q ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇംപ്ലൈസ് നെഗറ്റീവ് അസോസിയേഷൻ. ഇത്രയും കൂടി ഇതിന്റെ കൂടെ നമുക്ക്
ചേർക്കാം. ഹൗ ഡു യു ഇന്റർപ്രറ്റ് യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ എന്നും ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിനകത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ആൻസേഴ്സ് ഇതൊക്കെയാണ്. Q lies between -1 and +1. I അല്ല, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഇതിനകത്ത്. ഇറ്റ് ഇസ് -1 and +1. അടുത്തത് Q greater than 0 means positive association. Q less than 0 means negative association. Q equal to +1 means perfect positive association. Q equal to -1 means perfect negative association. ഇനി മറ്റേ ആദ്യം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ഒരു സിമിലർ ആയിട്ട് അതിന്റെ വേറൊരു വേർഡിംഗ് ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ? അതായത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആൻഡ് അസോസിയേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ്? നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അസ്വീനോ, ഈ പാർട്ട് അസ്വീനോ ഒന്നും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. കോറിലേഷൻ കോഎഫിഷ്യന്റ് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ്, വെറും റിലേഷൻഷിപ്പ് അല്ല, ലീനിയർ റിലേഷൻഷിപ്പ്. Degree of linear relationship between the variables such as height and weight of person, age of husband and wife, etc. Whereas the method of association of attributes measures the degree of relationship between attributes. Okay. Attributes എന്താന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Attributes എന്ന് പറഞ്ഞാൽ qualitative characteristics. അപ്പം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ എന്ന് ചോദിച്ചാൽ ആ നേരത്തെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ തന്നെയാണ് ഒന്നും കൂടെ എഴുതേണ്ടത്. അടുത്ത നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ഫോർമുല ഫോർ യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ. ജസ്റ്റ് നമുക്ക് ഫോർമുല അറിയാം. നമ്മളുടെ ഇവിടെ നമ്മൾ കണ്ടിജൻസി ടേബിളിൽ നിന്നാണ് ഈ ഒരു ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. കണ്ടിജൻസി ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആട്രിബ്യൂട്ട്സും ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂവും എഴുതുന്ന ടേബിളാണ്. അപ്പോൾ ആട്രിബ്യൂട്ട്സ് എയും ബിയും ആണെങ്കിൽ നമ്മൾ ആ എയുടെ പ്രസൻസിനെ ക്യാപിറ്റൽ എ കൊണ്ടും എയുടെ ആബ്സെൻസിനെ ആൽഫ കൊണ്ടും ബിയുടെ പ്രസൻസിനെ ബി കൊണ്ടും ബിയുടെ ആബ്സെൻസിനെ ബീറ്റ കൊണ്ടുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ ആവുമ്പോൾ നമുക്ക് 4 സെൽസിൽ 4 ഫ്രീക്വൻസീസ് കിട്ടും. ഇവിടുത്തെ വാല്യൂവിനെ നമ്മൾ എ ബി എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇത് ആൽഫ ബി ആണ്, ഇത് എ ബീറ്റയാണ്, അടുത്തത് ആൽഫ ബീറ്റയാണ്. അപ്പൊ ഈ വാല്യൂസ് ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ്? ഇങ്ങനെ ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്താണ് ഇത് കണ്ടുപിടിക്കുന്നത്, അല്ലെ? എ ബി ഇൻറ്റു ആൽഫ ബീറ്റ മൈനസ് എ ബീറ്റ ഇൻറ്റു ആൽഫ ബി ഡിവൈഡഡ് ബൈ ആ സെയിം കാര്യത്തിന്റെ പ്ലസ്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷന്റെ ഫോർമുല. ഓക്കെ. അടുത്തത് what are the frequencies of first and second order and mention their notations? ചോദിക്കണം എന്നില്ല, പക്ഷെ ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച സമയത്തൊന്ന് പറഞ്ഞു പോയതാണ്. നമ്മളുടെ ഈ ഫ്രീക്വൻസീസ് ഇല്ലേ, നമ്മുടെ കണ്ടിജൻസി ടേബിളിനുള്ളിൽ നമ്മൾ എഴുതിയേക്കുന്ന ഈ ഫ്രീക്വൻസീസ്, അതായത് എ ബി, ആൽഫ ബി, എ ബീറ്റ, ആൽഫ ബീറ്റ, ഇതൊക്കെയാണ് ഫ്രീക്വൻസീസ്. നമുക്കറിയാം ഇതിനകത്ത് ഈ റോസിന്റെ ടോട്ടൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? ആദ്യത്തെ റോയുടെ ടോട്ടൽ എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉള്ള എല്ലാത്തിന്റെയും കൂടെ സമ്മാണ്, അല്ലെ? അതായത് ബിയും എയും കൂടെ വരുന്നതും ബിയും ആൽഫയും കൂടെ വരുന്നതും കൂടെ ഉള്ള സം ആയതുകൊണ്ട് നമ്മൾ അതിനെ സിംഗിൾ ബി എന്നാണ് എഴുതുന്നത്. രണ്ടാമത്തേത് സിംഗിൾ ബ്രാക്കറ്റിനകത്ത് ബീറ്റ. കോളത്തിന്റെ സം എന്തായിരിക്കും? ഫസ്റ്റ് കോളത്തിന്റെ സം എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉള്ള ടോട്ടൽ നമ്പർ ആണ്, അതിനെ ഞാൻ ബ്രാക്കറ്റിനകത്ത് എ എന്ന് എഴുതും. രണ്ടാമത്തേത് എ ഇല്ലാത്ത കേസിലെ സം ആണ്, അതിനെ ഞാൻ ബ്രാക്കറ്റിൽ ആൽഫ എന്ന് എഴുതും. അപ്പൊ ഇത്രയും ഫ്രീക്വൻസീസിനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഫ്രീക്വൻസീസ് എന്നും സെക്കൻഡ് ഓർഡർ ഫ്രീക്വൻസീസ് എന്നും തരം തിരിച്ചു പറയാറുണ്ട്. ഒരു ആട്രിബ്യൂട്ട് മാത്രം ഉള്ളതാണെങ്കിൽ നമ്മൾ അതിനെ ഫസ്റ്റ് ഓർഡർ ഫ്രീക്വൻസീസ് എന്ന് വിളിക്കും. 2 ആട്രിബ്യൂട്ട്സ് ഒന്നിച്ച് കയറി വരുന്നതാണെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡ് ഓർഡർ ഫ്രീക്വൻസീസ് എന്ന് വിളിക്കും. അതായത് ഇവിടെ നമ്മൾ എ ബി ആൽഫ ബി ബീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ കോളം റോ ടോട്ടൽസ് കണ്ടുപിടിച്ചില്ലേ, അതെല്ലാം തന്നെ ഫസ്റ്റ് ഓർഡർ ഫ്രീക്വൻസീസ് ആണ്. നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ കിടക്കുന്നതെല്ലാം തന്നെ എ ബി, ആൽഫ ബി,
എ ബീറ്റ ആൽഫ ബീറ്റ എന്ന് പറയുന്ന 4 സെക്കൻഡ് ഓർഡർ ഫ്രീക്വൻസീസ് ആണ്. ചിലപ്പോൾ ചോദിക്കാം അല്ലെ ഐഡന്റിഫൈ ചെയ്യാൻ പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ അറിയണം. അപ്പോൾ ഒരു ആട്രിബ്യൂട്ടിനെ പറ്റി മാത്രം പറയുന്നത് ഫസ്റ്റ് ഓർഡർ, 2 ആട്രിബ്യൂട്ട്സിന്റെയും കൂടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ. അടുത്ത ഒരു സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. കാൽക്കുലേറ്റ് ദ യൂൾസ് coefficient of association between marriage and failure of students from the following data pertaining to 525 students. എന്താ ചോദിച്ചേക്കുന്നത്? കാൽക്കുലേറ്റ് യൂൾസ് as coefficient of association between മാരേജും ഫെയിലിയർ ഓഫ് സ്റ്റുഡൻസും. അതായത് കല്യാണവും പരീക്ഷയിൽ തോൽവിയും തമ്മിൽ എന്തെങ്കിലും അസോസിയേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ കുട്ടികൾ കല്യാണം കഴിക്കുമ്പം പരീക്ഷയ്ക്ക് തോൽക്കാൻ സാധ്യത കൂടുതലാണോ അല്ലയോ? ആ 2 ഫാക്ടേഴ്സ്, മാരേജ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക് ആണ്, ഫെയിലിയർ ഇൻ എക്സാം എന്ന് പറയുന്നത് മറ്റൊരു ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക് ആണ്. ആ 2 ഫാക്ടേഴ്സ് തമ്മിൽ സ്റ്റുഡൻറ് ഗ്രൂപ്പിനകത്ത് എന്തെങ്കിലും അസോസിയേഷനോ റിലേഷനോ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് അവർ എന്താ ചെയ്തേക്കുന്നത്? 525 സ്റ്റുഡൻസിന്റെ ഡേറ്റ നമുക്കൊരു ടേബിളിൽ തന്നേക്കാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഡേറ്റ. ഓക്കെ, അതിനകത്ത് കുറെ കുട്ടികൾ മാരിഡ് ആണ്, കുറെ കുട്ടികൾ പാസ്ഡ് ആണ്, കുറെ കുട്ടികൾ ഫെയിൽഡ് ആണ്. അപ്പൊ ഈ രീതിയിലായിരിക്കും എപ്പോഴും നമുക്ക് ഈ ടേബിളിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഒരു കണ്ടിജൻസി ടേബിൾ. അപ്പൊ അസോസിയേഷന്റെ എല്ലാ പ്രോബ്ലംസും ഒരു കണ്ടിജൻസി ടേബിൾ ആയിരിക്കും തരുന്നത്. അപ്പൊ നോക്കൂ, 90 കുട്ടികൾ പാസ്ഡും മാരീഡും ആണ്, 260 സ്റ്റുഡൻസ് അൺമാരീഡും പാസ്ഡും ആണ്. അടുത്തത് 65 സ്റ്റുഡൻസ് മാരീഡും ഫെയിൽഡും ആണ്, 110 സ്റ്റുഡൻസ് അൺമാരീഡും ഫെയിൽഡും ആണ്. അപ്പം ഇതാണ് ഒരു റിയൽ ടൈം ഡേറ്റ. ഇതിൽ നിന്ന് ചോദിച്ചേക്കുന്നത് മാരേജും ഫെയിലിയർ ഓഫ് സ്റ്റുഡൻസും തമ്മിൽ അസോസിയേഷൻ ഉണ്ടോ? നമുക്കൊരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താണ്? നമ്മളുടെ ക്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എപ്പോഴും ഒരു അസോസിയേഷന്റെ പ്രോബ്ലം കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് ഡേറ്റ കിട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി റോ ടോട്ടൽസും കോളം ടോട്ടൽസും കണ്ടുപിടിക്കുക. റോ ടോട്ടൽസും കോളം ടോട്ടൽസും ഇമ്മീഡിയറ്റ്ലി കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് ഗ്രാൻഡ് ടോട്ടലും കണ്ടുപിടിക്കുക. അപ്പൊ അതെല്ലാം കണ്ടുപിടിച്ച് ഓരോ, പിന്നെ നോക്കൂ, നമുക്ക് പാസ്ഡിനെ ക്യാപിറ്റൽ എ എന്ന് എഴുതാം, അതായത് പാസ് ആവാത്തതിനെ ആൽഫ എന്ന് എഴുതാം, മാരീഡിനെ ബി എന്ന് എഴുതാം, അൺമാരീഡിനെ ബീറ്റ എന്ന് എഴുതാം. അപ്പോ എ ബിയുടെ വാല്യൂ ആണ് ഈ കിടക്കുന്നത്, ആൽഫ ബിയുടെ വാല്യൂ ആണിത്, എ ബീറ്റയുടെ വാല്യൂ ആണിത്, ആൽഫ ബീറ്റയുടെ വാല്യൂ ആണിത്. അതെല്ലാം കൂടി ക്ലിയർ ആയിട്ട് കാണിച്ചുകൊണ്ട് ആ ഒരു ടേബിൾ ആണ് നമ്മൾ റോ ടോട്ടൽസും കോളം ടോട്ടൽസും എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത്രയായി കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര എളുപ്പമാണ് അല്ലേ? തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം എഴുതി ടോട്ടൽസ് എല്ലാം കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ആൻസറിലോട്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ടോട്ടൽസ് ക്യൂ കണ്ടുപിടിക്കാനായിട്ട് ആവശ്യമില്ല. ബട്ട് നോർമലി വി ഫൈൻഡ് ദ ടോട്ടൽസ്, ഫൈൻഡ് ദ ഗ്രാൻഡ് ടോട്ടൽ. ക്യൂയുടെ ഫോർമുലയില് ടോട്ടൽസ് ഇല്ല, ആ ഇൻഡിവിജ്വൽ വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം വെച്ചിട്ട് നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി ആർ ഫൈൻഡിങ് ക്യൂ. ക്യൂയുടെ വാല്യൂ വന്നത് -0.26 എന്നാണ്. ഓക്കെ, -0.26. ഇവിടെ നമ്മളിവിടെ ആട്രിബ്യൂട്ട് ഡിനോട്ട് പാസ്ഡ് ആൻഡ് മാരേജ്. അപ്പൊ ആട്രിബ്യൂട്ടഡ് എടുത്തേക്കുന്ന പാസിങ്ങിനെയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്, ക്വസ്റ്റ്യനില് മാരേജും ഫെയിലിയറും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചത്. പക്ഷെ ആട്രിബ്യൂട്ട് ആയിട്ട് ആദ്യം എഴുതിയേക്കുന്നത് പാസ്ഡ് ആയതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് മാരേജും പാസും ആയിട്ടുള്ള റിലേഷൻ ആണ് കേട്ടോ. ഏതാണോ ആദ്യത്തെ ആട്രിബ്യൂട്ട് അതുമായിട്ടുള്ള റിലേഷൻ ആയിട്ടേ നമ്മൾ അതിനെ പറയുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വേർഡ്സിനെ പിന്നീട് അതനുസരിച്ച് മാറ്റാം. അപ്പൊ ഈ ഡേറ്റയില് മാരീഡും പാസ്ഡും ആയിട്ടുള്ള റിലേഷൻ ആണ് നമുക്ക് ക്യൂ തരാൻ പോകുന്നത്. അപ്പൊ ക്യൂയുടെ വാല്യൂ കിട്ടിയത് -0.2616 എന്നാണ്. എന്ന് വെച്ചാൽ മാരേജും പാസിങ്ങുമായിട്ട് നെഗറ്റീവ് റിലേഷൻ ആണ്, വളരെ ലോ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് റിലേഷൻ ആണ്. അപ്പൊ മാരേജും പാസിങ്ങുമായിട്ട് നമ്മൾ നോക്കിയത് മാരേജ് വേഴ്സസ് പാസ് ആണ്, എക്സാം പാസ്. അത് നെഗറ്റീവ് ആണ്. എന്ന് വെച്ചാൽ മാരേജ് വേഴ്സസ് ഫെയിൽ എന്തായിരിക്കും? മാരേജ് വേഴ്സസ് ഫെയിൽ എന്ന് പറയുന്നത് പോസിറ്റീവ് റിലേഷൻ ആയിരിക്കും അല്ലെ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും.
നമുക്കപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ശരിക്കും ചോദിച്ചേക്കുന്നത് മാരേജും ഫെയിലും തമ്മിലായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് നോക്കിയ ശേഷം ഒരു ലൈനും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതാം. മനസ്സിലായല്ലോ? നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഭയങ്കര എളുപ്പമാണ് യൂൾസ് കോഎഫിഷ്യന്റ് ചോദിച്ചാൽ ചെയ്യാൻ. ജസ്റ്റ് ആ ഡേറ്റ് ഉപയോഗിക്കുക, ഫോർമുല ഉപയോഗിക്കുക, കിട്ടുന്ന ആൻസറിന്റെ ഇന്റർപ്രിട്ടേഷൻ എഴുതുക. കോറിലേഷന്റെ കേസിൽ ചെയ്തത് എക്സാക്ട്ലി സെയിം ആണ് ഇവിടെയും. നെഗറ്റീവ് ആണ് നെഗറ്റീവ് റിലേഷൻ എന്ന് പറയുക. ഇവിടെ നമ്മൾ റിലേഷൻ അല്ല അസോസിയേഷൻ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യേണ്ടത്. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് അസോസിയേഷൻ എന്ന് പറയാം. ഇത് അതേപോലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. 88 residents of a city were interviewed during a sample survey. 88 residents of a city were interviewed during a sample survey and are classified below according to their smoking and tea drinking habits. Calculate Yule's coefficient of association and comment on its value. 88 residents of a city were interviewed during sample survey are classified below. ഇംഗ്ലീഷിൽ ചെറിയ എന്തോ പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഈ വേറൊന്നും വേണ്ട ഇവിടെ. ഓക്കെ. 88 residents of a city interviewed during a sample survey are classified as below. അവരെ ഏതിന്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? അക്കോർഡിംഗ് ടു ദെയർ സ്മോക്കിംഗ് ആൻഡ് ടീ ഡ്രിങ്കിങ് ഹാബിറ്റ്സ്. ഇവിടെ എടുത്തേക്കുന്ന രണ്ട് ആട്രിബ്യൂട്ട്സിൽ ഒരെണ്ണം സ്മോക്കിങ്ങും രണ്ടാമത്തേത് ടീ ഡ്രിങ്കിങ്ങും ആണ്. സ്മോക്ക് ചെയ്യുന്നതും ചായ കുടിക്കുന്നതും. കാൽക്കുലേറ്റ് യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ ആൻഡ് കമന്റ് ഓൺ ഇറ്റ്സ് വാല്യൂ. തമ്മിലുള്ള അസോസിയേഷൻ നോക്കിയിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ടേബിളിലെ ആദ്യത്തെ രണ്ടെണ്ണം തമ്മിലായിരിക്കും നമ്മൾ അസോസിയേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് തന്നെയാണ് സ്മോക്കറും ടീ ഡ്രിങ്കറും ആണ്. അപ്പൊ സ്മോക്കിങ്ങും ടീ ഡ്രിങ്കിങ്ങും തമ്മിൽ തന്നെയാണ് നമ്മളുടെ അസോസിയേഷൻ. അപ്പം നേരത്തെ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ജസ്റ്റ് ആ ഫോർമുലയിലോട്ട് ടേബിൾ ടോട്ടൽസ് കണ്ടുപിടിക്കുക. ടോട്ടൽ സത്യത്തിൽ നമ്മുടെ കാൽക്കുലേഷനകത്ത് വരുന്നില്ല, എന്നാൽ പോലും ടോട്ടൽസ് കണ്ടുപിടിച്ച് വെക്കുക. ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ക്യൂ. ക്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 0.2708 എന്നാണ്. അതായത് പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് ആണെങ്കിലും 0യ്ക്ക് അടുത്ത് കിടക്കുന്ന വാല്യൂ അല്ലേ, എന്തായാലും 1ന് അടുത്തല്ല. അപ്പൊ 0യുടെ കുറച്ച് അടുത്തെന്നുള്ള അസംഷനിൽ നമുക്ക് പറയാം സ്മോക്കിങ്ങും ടീ ഡ്രിങ്കിങ്ങുമായിട്ട് വളരെ ലോ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് association ഉണ്ട്. That is, there exists a low degree of positive association between smoking and tea drinking. ഇനി നമുക്ക് ഞാൻ അസൈൻമെന്റിൽ തന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അസൈൻമെന്റിലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുറച്ച് പലരും ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടില്ല. ഐ നോ ദാറ്റ് ദർ വാസ് എ കൺഫ്യൂഷൻ. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി ബാക്കി സബ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അതായത് നമ്മുടെ ഈ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യനകത്തും നമുക്ക് ടോട്ടൽ ഡേറ്റ അല്ലെങ്കിൽ നമ്മളുടെ ടേബിള് കംപ്ലീറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ടേബിളിലുള്ള എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് കാൽക്കുലേഷൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ പല സിറ്റുവേഷനിലും ഇങ്ങനെ തരണം എന്നില്ല. എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് അത് ഉപയോഗിച്ച് ബാക്കിയുള്ള വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിനേഷന് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം അതൊരു എക്സ്ട്രാ വർക്ക് കൂടെ നമുക്ക് തരുമല്ലോ. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഡേറ്റയെ തന്നിട്ടുണ്ടാവുള്ളൂ. ആ ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ ബാക്കി ഡേറ്റ കണ്ടുപിടിച്ചിട്ട് പിന്നീട് നമ്മുടെ ഫോർമുല ഉപയോഗിച്ച് യു വിൽ ഹാവ് ടു ഫൈൻഡ് ദ യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ. അപ്പൊ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഐ വാണ്ട് യു ഓൾ ടു ബി സ്റ്റഡി ദിസ് വെരി കെയർഫുള്ളി. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. കാൽക്കുലേറ്റ് യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ. അതിനായിട്ട് നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓൾറെഡി നൊട്ടേഷൻസ് നന്നായിട്ട് അറിയാം. സെല്ലിനുള്ളിൽ കിടക്കുന്നതാണ് നമ്മളുടെ 2 ആട്രിബ്യൂട്ട്സ് ഒന്നിച്ചുള്ളത് അല്ലെ, ലെവൽ 2 ഉള്ള ഫ്രീക്വൻസീസ്. ലെവൽ 1 ഉള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടോട്ടൽസ് ആണ്. നമ്മുടെ ഈ മുകളിലത്തെ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും. ദേ കണ്ടില്ലേ, അകത്തുള്ള 2 ലെവൽ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് ടേബിളിനകത്തുള്ള വാല്യൂസും ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. സിംഗിൾ ലെവൽ ഫ്രീക്വൻസീസ് എ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ കോളത്തിന്റെ ടോട്ടൽ ആണ്. സ്മോൾ എ എന്ന് പറയുന്നത് അല്ലെ, സ്മോൾ ആൽഫ എന്ന് പറയുന്നത്, നമ്മൾ ആൽഫയാണ് യൂസ് ചെയ്യുന്നത്. ആൽഫ എന്ന് പറയുന്നത് രണ്ടാമത്തെ കോളത്തിന്റെ ടോട്ടൽ ആണ്. ബി എന്ന് പറയുന്നത് ഒന്നാമത്തെ റോയുടെ ടോട്ടൽ ആണ്.
ബീറ്റ എന്ന് പറയുന്നത് രണ്ടാമത്തെ റോയുടെ ടോട്ടലാണ്. ഇത് എപ്പോഴും ഓർത്തു വെച്ചോണം. കണ്ടിജൻസി ടേബിളിലെ നൊട്ടേഷൻസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി എല്ലാത്തിൻ്റെയും കൂടെ ഗ്രാൻഡ് ടോട്ടലിനെ നമ്മൾ n എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ഒരു കണ്ടിജൻസി ടേബിളിൽ കുറച്ച് കാര്യങ്ങൾ കിട്ടിയാൽ ബാക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് കാര്യങ്ങളെ തന്നിട്ടുള്ളൂ. എന്തൊക്കെയാണ്? AB തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ N തന്നിട്ടുണ്ട്, A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്. ഇത്രയുമേ തന്നിട്ടുള്ളൂ. ചോദിച്ചേക്കുന്നത് യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സാധനങ്ങൾ നമ്മളുടെ ടേബിളിൽ കൃത്യമായിട്ട് എഴുതണം. നോക്കൂ, ടേബിളിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് തന്നേക്കുന്നത്? AB തന്നിട്ടുണ്ട്. AB എന്ന് പറയുന്ന ഒന്നാമത്തെ സെല്ലാണല്ലോ അല്ലെ. ഇതാണ് നമ്മുടെ കണ്ടിജൻസി ടേബിൾ. എയും ആൽഫയും ബിയും ബീറ്റയും. അപ്പൊ AB എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സെല്ലിലെ വാല്യൂ, അത് തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നേക്കുന്നത്? ക്യാപിറ്റൽ N തന്നിട്ടുണ്ട്. പിന്നെ A തന്നിട്ടുണ്ട്. A എന്ന് പറയുന്നത് ഒന്നാമത്തെ കോളത്തിന്റെ സമ്മാണ്, അത് തന്നിട്ടുണ്ട്. B എന്ന് പറയുന്നത് ഒന്നാമത്തെ റോയുടെ സമ്മാണ്, അത് തന്നിട്ടുണ്ട്. ഓൾവേസ് റിമെമ്പർ ദ നൊട്ടേഷൻസ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ബാക്കി എല്ലാം നമുക്കിനി കണ്ടുപിടിക്കണം. അപ്പൊ കണ്ടുപിടിക്കാനുള്ള സാധനങ്ങൾ ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചേക്കാണ്. സാധാരണ സിമ്പിൾ അരിത്തമെറ്റിക് ഉപയോഗിച്ചാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് സത്യത്തിൽ ഫോർമുല പോലും എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിലോട്ട് നോക്കിയേ, എ ബിയും ആൽഫ ബിയും കൂടെ സം ചെയ്യുമ്പോഴാണ് 300. കാരണം ഈ റോയുടെ സമ്മാണല്ലോ 300. ഒന്നിന്റെ വാല്യൂ 150 ആണ്. അപ്പൊ മറ്റേതിന്റെ വാല്യൂ എന്തായിരിക്കും? ഉറപ്പായിട്ടും 300 മൈനസ് 150 ആയിരിക്കും, അതായത് 150. ഇങ്ങനെ സിമ്പിൾ അരിത്തമെറ്റിക് ഉപയോഗിച്ച് നമുക്ക് ബാക്കി കണ്ടുപിടിക്കാം. അതാണ് ഞാൻ ഇവിടെ ഫോർമുലയൊക്കെ എഴുതി ചെയ്തേക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. അതിന്റെ ആവശ്യമില്ല. ഈ ഒരു ടേബിളിൽ നോക്കി തന്നെ നമുക്കതെല്ലാം കണ്ടുപിടിക്കാം. അപ്പൊ ഒന്നാമത്തെ റോയിൽ നിന്ന് ഇത് 150 ആണ്, ടോട്ടൽ 300 ആണ്. അപ്പൊ അത് രണ്ടും ഉപയോഗിച്ച് ഇടയിലത്തെ മിസ്സിംഗ് വാല്യൂ കണ്ടുപിടിച്ചു. 300 മൈനസ് 150 വിച്ച് ഇസ് ഈക്വൽ ടു 150. ഇനി ഒന്നാമത്തെ കോളം നോക്കൂ നിങ്ങൾ. ഈ കോളം ആദ്യത്തെ വാല്യൂ 150, കോളത്തിന്റെ ടോട്ടൽ 200. അപ്പൊ ഈ മിസ്സിംഗ് വാല്യൂ എന്തായിരിക്കും? 200 മൈനസ് 150 വിച്ച് ഇസ് 50. ഓക്കെ, ഇനി നിങ്ങൾ അപ്പൊ ഇവിടെ 4 സെല്ലിൽ 3 എണ്ണം കിട്ടിക്കഴിഞ്ഞു. ഒന്നാമത്തെ 150, രണ്ടാമത്തെ 150, മൂന്നാമത്തേത് 50. ഇനി നമുക്ക് എന്താ തന്നേക്കുന്നത്? ആകെ ടോട്ടൽ 1000 ആണെന്ന് തന്നിട്ടുണ്ട്. ആകെ ടോട്ടൽ എന്ന് വെച്ചാൽ ഈ 4 സെല്ലിന്റെയും കൂടെ ടോട്ടൽ ആണ്. അതായത് 150 പ്ലസ് 150 പ്ലസ് 50 പ്ലസ് ആ മിസ്സിംഗ് വാല്യൂ, ഇത് 4ഉം കൂടിയാണ് 1000 ആണല്ലോ ഗ്രാൻഡ് ടോട്ടൽ. അപ്പൊ മിസ്സിംഗ് വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1000 നിന്ന് ബാക്കിയെല്ലാം കൂടെ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. 150 plus 150 300, 300 plus 50 350. 1000 നിന്ന് 350 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ യു ഹാവ് 650. അപ്പൊ ഇങ്ങനെ നമുക്ക് വേണ്ടുന്ന വാല്യൂസ് എല്ലാം ഒറ്റയടിക്ക് നമുക്ക് കിട്ടും. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ബീറ്റയുടെ ഒന്നും വാല്യൂ, ഇതിന്റെ ഒന്നും വാല്യൂ ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇതിന്റെ വാല്യൂ ഒന്നും ആവശ്യമില്ല. അകം ഫില്ല് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ഇസ് ഇനഫ് ഫോർ ദ ഫോർമുല. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടുന്ന ഫോർമുല അപ്ലൈ ചെയ്ത് നമ്മുടെ യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ഞാൻ കിട്ടാത്ത വാല്യൂസ്, ഞാൻ പിന്നെ ടോട്ടൽസും കൂടെ എഴുതിയെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അത് എഴുതിയില്ലേലും യു ക്യാൻ ഡു ദ പ്രോബ്ലം. കിട്ടാത്ത വാല്യൂസ് എല്ലാം ഫില്ല് ചെയ്തു. സാധാരണ പോലെ യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിച്ചു. അതിനെ പറ്റിയുള്ള ഇവിടെ ഹൈ കോറിലേഷൻ ആണ്, അതിന്റെ കമന്റും എഴുതി. ഇനി അതേപോലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോ ചെയ്ത അതേ രീതിയിലാണ് ചെയ്യേണ്ടത്. എന്താ ചോദിച്ചേക്കുന്നത്? കമ്പ്യൂട്ട് യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. ഇവിടെയും കുറച്ച് കാര്യങ്ങളെ തന്നിട്ടുള്ളൂ. എന്തൊക്കെയാ നോക്കൂ. എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എ ബീറ്റ തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. സാധാരണ പോലെ നമുക്ക് തന്ന സാധനങ്ങളെല്ലാം എഴുതുകയാണ്. എൻ എന്ന് പറയുന്ന 250 എഴുതി. എ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ സെല്ലിൽ ഇതാ ഈ വാല്യൂ, അത് എഴുതി. പിന്നെ എ തന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിന്റെ സമ്മാണ്, അത് എഴുതി. ബി എന്ന് പറയുന്നത് ഫസ്റ്റ് റോയുടെ സമ്മാണ്, അതും എഴുതി. അപ്പൊ തന്ന വാല്യൂസ് എല്ലാം എഴുതി.
നേരത്തെ ചെയ്ത സിമ്പിൾ അരിത്മെറ്റിക് ഉപയോഗിച്ച് മിസ്സിംഗ് വാല്യൂസ് എഴുതാൻ പോവാണ്. ഒന്നാമത്തെ കോളം നോക്കൂ നിങ്ങൾ. ഒന്നാമത്തെ കോളം എന്ത് ചെയ്താ? ഒന്നാമത്തെ കോളം നോക്കി. ഇവിടെ കോളത്തിന്റെ ടോട്ടൽ 100 ആണ്, ഒരു വാല്യൂ 70 ആണ്. അപ്പൊ മിസ്സിംഗ് വാല്യൂ എന്തായിരിക്കും? 100 മൈനസ് 70, 30. ഓക്കെ. ഇനി നിങ്ങൾ ഒന്നാമത്തെ റോ നോക്കിയേ. നമ്മുടെ പസിലൊക്കെ സോൾവ് ചെയ്യുന്ന പോലെ ഒന്നാമത്തെ റോയില് ടോട്ടൽ 50 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ 50, ഒരെണ്ണം 30 ആണെന്ന് കിട്ടി. അപ്പൊ ബാക്കി എന്തായിരിക്കും? ആകെയുള്ളത് ടോട്ടൽ 50 ആണ്, ഒരു വാല്യൂ 30 എന്ന് കിട്ടി. അപ്പൊ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ 20, അതും കിട്ടി. ഓക്കെ. ഇനി നോക്ക്, നമ്മുടെ സെല്ലിലെ 3 എണ്ണത്തിന്റെ വാല്യൂ കിട്ടി. അതുപയോഗിച്ച് ഗ്രാൻഡ് ടോട്ടൽ 250 ആണ്. അതും കൂടി ചേർത്ത് നമുക്ക് മിസ്സിംഗ് വാല്യൂ കണ്ടുപിടിച്ചൂടെ? അതായത് 30 പ്ലസ് 70 പ്ലസ് 20 പ്ലസ് മിസ്സിംഗ് വാല്യൂ. മിസ്സിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ സെല്ലിലെ വാല്യൂ ആണ്. അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 250 വരണം. അപ്പൊ മിസ്സിംഗ് വാല്യൂ എന്തായിരിക്കും? 250 മൈനസ് 30 പ്ലസ് 70, 100, 120 അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 130. അപ്പൊ മിസ്സിംഗ് വാല്യൂ എന്ന് പറയുന്നതും കിട്ടി, 130. ഇത്രയും കിട്ടിയാൽ മതി. യു ക്യാൻ കാൽക്കുലേറ്റ് ദ യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വാല്യൂസ് മൊത്തം തരാത്ത സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ വേറൊന്നും കൂടെ ഉണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നിങ്ങൾ തന്നെത്താനെ ട്രൈ ചെയ്ത് നോക്കൂ. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. n ടോട്ടൽ തന്നിട്ടുണ്ട്, ആൽഫ ബീറ്റ തന്നിട്ടുണ്ട്, ഒന്നാമത്തെ കോളത്തിന്റെ ടോട്ടൽ തന്നിട്ടുണ്ട്, ഒന്നാമത്തെ റോയുടെ ടോട്ടൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് ആ കണ്ടിജൻസി ടേബിൾ വരയ്ക്കുക, അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതുക, സിമ്പിൾ അരിത്മെറ്റിക് ഉപയോഗിച്ച് മിസ്സിംഗ് വാല്യൂസ് കണ്ടുപിടിക്കുക. ഓക്കെ. ആൻഡ് ഫൈൻഡ് ദ യൂൾസ് കോഎഫിഷ്യന്റ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഫോർ യു ടു പ്രാക്ടീസ് ഇഫ് യു വാണ്ട്, ജസ്റ്റ് ടു നോ. ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാനുള്ള ഹൈ ചാൻസ് ആണ്. ഇപ്പൊ പഠിച്ചോണം. ഇനി നമ്മളൊരു ചെറിയ പോർഷൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ചെറിയ പോർഷൻ ഉണ്ട്. നിങ്ങളുടെ സിലബസിൽ ഈ ഒരു ടേം കിടപ്പുണ്ട്, യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് കൊളിഗേഷൻ. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചത് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ ആണ്. അതിനെ നമ്മൾ ക്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ പോലെ തന്നെ യൂൾ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഒരു മെഷറും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള റിലേഷൻ പഠിക്കാൻ വേണ്ടി. അതിന്റെ പേരാണ് യൂൾസ് കോഎഫിഷ്യന്റ് ഓഫ് കൊളിഗേഷൻ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ Y എന്നാണ്. ഓക്കെ. ഇപ്പൊ Q എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ ആണ്, Y എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കൊളിഗേഷൻ ആണ്. രണ്ടിന്റെ ഫോർമുല ഭയങ്കര സിമിലർ ആണ്. നമ്മളുടെ കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ അകത്തുള്ള എല്ലാത്തിനും ഓരോന്നിനും ഒരു സ്ക്വയർ റൂട്ട് ഇട്ടാൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് കൊളിഗേഷൻ കിട്ടും. ഇതാ നോക്കൂ നിങ്ങൾ, നമ്മളുടെ കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ എന്തായിരുന്നു? ഇതായിരുന്നു അല്ലെ? ഇതിനകത്ത് ഓരോന്നിനും ഒരു സ്ക്വയർ റൂട്ട് ഇടണം. ഇതിന് സ്ക്വയർ റൂട്ട്, ഇതിന് സ്ക്വയർ റൂട്ട്, ഇതിന് സ്ക്വയർ റൂട്ട്, എല്ലാം കൂടെ ഒന്നിച്ചുകൊണ്ടൊന്ന് സ്ക്വയർ റൂട്ടിൽ ഇടാൻ പാടില്ല. ഓരോ ടേമിനും സ്ക്വയർ റൂട്ട് ഇട്ടാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് നമ്മുടെ y. ഓക്കെ. അപ്പൊ വൈയുടെ ഫോർമുല എന്ന് പറയുന്നത് റൂട്ട് എ ബി ആൽഫ ബീറ്റ മൈനസ് റൂട്ട് എ ബീറ്റ ആൽഫ ബി ഡിവൈഡഡ് ബൈ സെയിം സാധനത്തിന്റെ സം, റൂട്ട് എ ബി ആൽഫ ബീറ്റ പ്ലസ് റൂട്ട് എ ബീറ്റ ആൽഫ ബി. ഇത് മറ്റൊരു മെഷർ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളുടെ Q തന്നെയാണ്, കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ തന്നെയാണ്. ഇതിനകത്ത് കൺസെപ്റ്റിലെ വ്യത്യാസം ഇങ്ങനെയാണ്. കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ മെഷേഴ്സ് ദ സ്ട്രെങ്ത് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആട്രിബ്യൂട്ട്സ്, വൈൽ കോഎഫിഷ്യന്റ് ഓഫ് കൊളിഗേഷൻ മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്. അതാണ് ഡെഫിനിഷന്റെ അല്ലെ കൺസെപ്റ്റിലെ വ്യത്യാസം. Coefficient of association measures the strength of relationship between two attributes, while the coefficient of colligation measures the degree of relationship between two attributes. Okay. അപ്പോൾ ഇതാണ് coefficient of colligation ന്റെ definition. ഇനി ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ഇതാണ്, Q is equal to 2y divided by 1 plus y square. ഇതാണ് ക്യൂവും വൈയും തമ്മിലുള്ള റിലേഷൻ. Q is equal to 2y divided by 1 plus y square. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷന്റെ കൂടെ ഇതും കൂടെ കണ്ടുപിടിക്കാൻ പറയും.
ഒരേപോലെയാണ്. നമ്മൾ ആ അവിടെ എടുത്തു വെച്ചേക്കുന്ന ഓരോന്നിനും റൂട്ട് ഇട്ട് ഈ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് കൊളിഗേഷൻ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ തൊട്ട് മുന്നേ എഴുതിയ ഒരു ക്വസ്റ്റ്യൻ്റെ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സപ്പോസ് ഈ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഒറിജിനലി, ഒരു സെക്കൻഡ്, ഒറിജിനലി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് കോഎഫിഷ്യന്റ് ഓഫ് അസോസിയേഷൻ ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റിന് കോഎഫിഷ്യന്റ് ഓഫ് കൊളിഗേഷനും കൂടെ കണ്ടുപിടിക്കാം. അപ്പൊ എന്തായിരുന്നു കോഎഫിഷ്യന്റ് ഓഫ് കൊളിഗേഷന്റെ ഫോർമുല? y is equal to എന്താണോ ക്യൂവിലുള്ളത് അതേ സാധനങ്ങളാണ് കേട്ടോ. അത് അയ്യോ കൺഫ്യൂഷൻ വരുമോ അങ്ങനെ ഒന്നും ആലോചിക്കണ്ട. അതിന്റെ റൂട്ടിനകത്ത് ഇടണം എന്ന് മാത്രമേ ഉള്ളൂ. ഓരോന്നിനും ഓരോ ഇൻഡിവിജ്വൽ റൂട്ട് കൊടുക്കണം. ആൽഫ ബി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട്, സോറി ഞാൻ തന്നെ കണ്ടോ കൊണ്ടും തെറ്റിക്കുന്നത്. ഇങ്ങനെ ഒന്നിച്ചു കൊണ്ടുവന്ന് സ്ക്വയർ റൂട്ട് ഇടരുത് കേട്ടോ പിള്ളേരെ, ഇട്ടാ തെറ്റി. ആവശ്യമുള്ളപ്പോൾ അത് വർക്ക് ചെയ്യത്തില്ല അല്ലേ. അപ്പം ഡിവൈഡഡ് ബൈ ഓരോന്നിനും സ്ക്വയർ റൂട്ട് ആണ്. എ ബി ആൽഫ ബീറ്റ, ബീറ്റയാണ്, മൈനസ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എ ബി, സോറി എ ബീറ്റ ആൽഫ ബി. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിൽ അറിയാം. ഈ കിടക്കുന്ന ഇവിടെ ഇട്ടേക്കുന്ന ഇതേ വാല്യൂസ് തന്നെ, പക്ഷെ റൂട്ടിലിട്ട് എഴുതണം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 40 into 90 മൈനസ് റൂട്ട് ഓഫ് 0 into 120 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 40 into 90 പ്ലസ് റൂട്ട് ഓഫ് 0 into 120. സോ ദിസ് ഇസ് ഈക്വൽ ടു, രണ്ടാമത്തെ ഈ രണ്ട് വാല്യൂസിലും 0 ഉള്ളതുകൊണ്ട് അത് 0 ആവും. എന്ത് വരും? ഇവിടെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. റൂട്ട് ഓഫ് 40 into 90, ഈ പാർട്ടങ്ങ് 0 ആയിപ്പോവും അല്ലേ. ഇതും 0 ആണ്, ഇതും 0 ആണ്. അപ്പൊ രണ്ടും സെയിം നമ്പർ ആയിട്ട് വരും. വൈയുടെ വാല്യൂ എന്ത് തന്നെ വരും? 1 എന്ന് വരും. ഈ ക്വസ്റ്റ്യനില് Q1 ആയിരുന്നു കേട്ടോ. ചെയ്തു വന്നപ്പോൾ Q1 കിട്ടി. അതേപോലെ തന്നെ ഇവിടെ വൈയും 1 ആയിട്ട് വന്നു. അപ്പൊ ഇങ്ങനെ എക്സാമിനേഷന് ചോദിച്ചാൽ യു ഷുഡ് ബി ഏബിൾ ടു ഡു. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ ആ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഗോ ത്രൂ ദ വീഡിയോ ആൻഡ് സ്റ്റഡി ദ പ്രോബ്ലംസ്. ഈ ഒരു വേർഡ് ഫയലും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം നോട്ട്സ് ആയിട്ട്. പക്ഷെ വീഡിയോ കണ്ട ശേഷം മാത്രമേ അത് പഠിച്ചിട്ട് കാര്യമുള്ളൂ. സോ സ്റ്റഡി ദ ക്വസ്റ്റ്യൻസ് വെൽ. ഓക്കെ.